നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ അമ്മ വളരെ ഇഷ്ടത്തോടു കൂടി പലതും നമുക്ക് ഉണ്ടാക്കി തരും. നമ്മളത് ഒന്നുകിൽ ഫോൺ നോക്കി കഴിക്കും, അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ട് കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചുകൊണ്ട് കഴിക്കുന്നൊരു കുറവാട്ടോ, ടി വി അല്ലെങ്കിൽ ഫോൺ. അപ്പോൾ അങ്ങനെ കഴിക്കും. ഇത് കഴിക്കുന്നു, എണീറ്റ് പോകുകയാണ്. പക്ഷേ ഇത് ഒരു വായ കഴിച്ചിട്ട് സൂപ്പർ, നല്ല രുചിയുണ്ടമ്മേ എന്നൊന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. ആ അമ്മയുടെ ഹൃദയം നിറയും. ഇതിപ്പോൾ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നേരിട്ട് പലരും പറയും അതെന്തിനാ അപ്പം അങ്ങനെ പറയുന്നത്, നല്ലതായോണ്ടല്ലേ കഴിച്ചത്. പക്ഷെ നമുക്ക് ഒരു നഷ്ടവും ഇല്ലാത്ത കാര്യമാണ് ഇത് നല്ല രുചിയുണ്ട് എന്ന് പറയുന്ന ഒരു വാക്ക് പറയാൻ നമുക്ക് യാതൊരുവിധ നഷ്ടവുമില്ല. പക്ഷെ നമ്മൾ പറയുന്നു. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാലോ വാക്കുകൾക്ക് ഭയങ്കര എനർജി ഉള്ളതാണ്. ആ പോസിറ്റിവിറ്റി അവിടെ എല്ലാം ഉണ്ടാവും, ബന്ധങ്ങൾ ദൃഢമാകും, ഊഷ്മളമാകും. എന്തായാലും ഭഗവാൻ രണ്ടാമത്തെ വായ കഴിക്കുന്നതിന് മുമ്പ് തന്നെ ചോദിച്ചു, അമ്മ കഴിച്ചുവോ? അപ്പം അമ്മ പറഞ്ഞു ഇല്ല. പിന്നെന്താ? അപ്പം തന്നെ തൻ്റെ തൃക്കൈ കൊണ്ട് അമ്മയെ കൂട്ടി. എന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് ക്ഷീണമായി, വയറൊക്കെ നിറഞ്ഞു, ക്ഷീണമായി, ഇനി കിടക്കണം, അമ്മയുടെ മടിയിൽ കിടക്കട്ടെ ഞാൻ കുറച്ച് നേരം. സാക്ഷാൽ ഭഗവാനാണ് ചോദിക്കുന്നത്. ഉണ്ണിക്കണ്ണനാണ് അമ്മയോട് ചോദിക്കുന്നത്, ഞാൻ കിടന്നോട്ടെ എന്ന്. കിടന്നു, മടിയിൽ കിടന്നു, ഉറങ്ങി. ഇത് ദിനവും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക. എത്ര ഭാഗ്യവതിയാണ്.